ഹലോ നമസ്തേ എല്ലാവർക്കും ഉണ്ടല്ലോ നമ്മളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഇതാ ഇങ്ങ് സുമാത്ര ദ്വീപിൻ്റെ പാലമ്പാങ് എന്ന് പറയുന്ന കിഴക്ക് ഭാഗത്തുള്ള സൗത്ത് കിഴക്ക് ആ ഒരു ഭാഗത്തുള്ള പട്ടണത്തിൽ നിന്നും സ്വാഗതമുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ ഇതാ ഇവിടെ വന്നു. അതിനുശേഷം നമ്മളുടെ ഇന്തോനേഷ്യൻ മരുമകനെ നമ്മളിവിടെ എവിടെയോ കണ്ടിരുന്നു. ഇന്നലെ കണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടെ എവിടെയോ എന്നെ കാത്ത് പുള്ളിക്കാരൻ രാവിലെ തന്നെ വന്നിട്ടുണ്ട്. ഇവിടെ എവിടെയോ നിൽക്കുന്നുണ്ട്. അതാണ് ഞാൻ തപ്പുന്നത് കേട്ടോ. യെസ്, അതാണ് അതിൻ്റെ ആ വണ്ടീൻ്റെ ഉള്ളിൽ ഒരു വൈറ്റ് തൊപ്പി നിങ്ങൾ കാണുന്നുണ്ടോ? അതാണ് നമ്മുടെ മരുമകൻ. ഗുഡ് മോർണിംഗ്. അല്ല അവിടെ ഇരുന്ന് നമ്മളവിടെ വരെ ഉള്ളൂ. ആ ഓക്കെ. ഹലോ ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്ത്യൻ മരുമകൾ, ഇന്തോനേഷ്യൻ മരുമകൻ. എന്തായാലും ഇന്നുണ്ടല്ലോ നമ്മൾ എന്തോ ഒരു സ്പെഷ്യൽ സ്ഥലത്തേക്ക് പോവാണ് അല്ലേ? അതെ അതെ. എന്നെ ഈ ഒരു നാട് കാണിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പം ബായോ, പുതിയ കാഴ്ചകളിലേക്കും പുത്തൻ വിശേഷങ്ങളിലേക്കും എല്ലാവർക്കും വീണ്ടും സ്വാഗതം. വീഡിയോയ്ക്ക് ഒരു ലൈക്ക് മറക്കല്ലേ. കമാറോ ഐലൻഡ് ഒരു ദ്വീപിലേക്കാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ യാത്ര. വാട്ട് ഈസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് കമാറോ ഐലൻഡ്? There is pagoda, Chinese pagoda. ഓക്കെ, സോ ചൈനീസ് ടെമ്പിൾ. Yeah, Chinese temple. സോ ഇവിടെ കുറെ ചൈനക്കാരുണ്ടല്ലോ ശരിക്കും? അതെ, ഇവിടെ കുറെ ചൈനക്കാരുണ്ട്. നമ്മുടെ കൂടെ ഇരിക്കുന്ന റഫ ചൈനക്കാരാണോ? റഫയ്ക്ക് ഇഷ്ടമല്ല ഞാൻ റഫേനെ ചൈനക്കാരെന്ന് വിളിക്കുന്ന കേട്ടോ. റഫ ചൈനക്കാരല്ല, പക്ഷെ ഇവിടെ കുറെ ചൈനക്കാരുണ്ട്. അപ്പോൾ ചൈനക്കാരുടെ വിശ്വാസമൊക്കെ ഉള്ള ഒരു അമ്പലത്തിലേക്കാണ്, ഒരു ടെമ്പിളിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പൊ അതിൽ കുറെ വർഷത്തെ പഴക്കമുണ്ട്, പിന്നെ വലിയൊരു കഥയും ആ ഒരു ടെമ്പിളിനുണ്ട്. ആ കഥ നമുക്ക് നടക്കുമ്പോൾ പറയാം. ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ളൊരു കഥയാണ് കേട്ടോ. നിങ്ങളൊക്കെ കേട്ട് കരയുന്ന ടൈപ്പ് ഒരു കഥയാണെന്നാണ് എന്നോട് പറഞ്ഞത്. എനിക്കും അറിയാൻ പാടില്ല കേട്ടോ എന്താ കഥ എന്നുള്ളത്. പോകുമ്പോൾ നമുക്ക് ചോദിച്ചു നോക്കാം. എന്തായാലും ഇന്നുണ്ടല്ലോ അത്യാവശ്യം നല്ല ഒരു തെളിഞ്ഞ കാലാവസ്ഥയുള്ളൊരു ദിവസമാണ്. പക്ഷെ ആകാശം മൂടി വരുന്നുണ്ട്. എന്നാലും രാവിലെയൊക്കെ അത്യാവശ്യം, ഇതിപ്പോൾ സമയം ഒരു 10 മണിയായേ, അത്യാവശ്യം ക്ലിയർ ആണ്. ഇന്നലെയൊക്കെ മഴയായിരുന്നു, പക്ഷേ ഇന്ന് നമുക്ക് കുറച്ച് തെളിഞ്ഞ കാലാവസ്ഥ കിട്ടി. പാലമ്പാങ് ഉണ്ടല്ലോ അത്യാവശ്യം നല്ല വൃത്തിയുള്ള, അത്യാവശ്യം ഈ ഒരു ഭാഗത്തെ കുറച്ചും കൂടി വലിയ ടൗൺ ആണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ. നമ്മളുണ്ടല്ലോ അങ്ങനെ പാലമ്പാങ്ങിൻ്റെ ഏകദേശം ഒരു ഹൃദയഭാഗം പോലെ തോന്നുന്ന ഒരു ഇങ്ങോട്ടാണ് വന്നേക്കുന്നത്. ഈ ഒരു സിറ്റി കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, നമ്മുടെ മറ്റ് ഇന്തോനേഷ്യൻ ടൗണുകളിൽ നിന്നൊക്കെ കുറച്ച് വ്യത്യസ്തമായിട്ട് കുറച്ച് പച്ചപ്പും അതുപോലൊക്കെ വൃത്തിയൊക്കെ കൂടുതലുള്ള ഒരു ടൗൺ ആണ് കേട്ടോ. നമ്മൾ ബന്ദയാച്ചെ പോയില്ലേ, ഏകദേശം ആ ഒരു ബന്ദയാച്ചയുടെ ഒക്കെ ഒരു ഫീലിംഗ് നമുക്ക് ഈ ഒരു പാലമ്പാങ് ടൗണിലും കിട്ടുന്നുണ്ട്. വണ്ടി പാർക്ക് ചെയ്യാൻ ഇങ്ങോട്ട് വന്നേ. ഓക്കെ ടാറ്റാ. റഫ ഉണ്ടല്ലോ ഇവിടം വരെ ഉള്ളു. ഞങ്ങൾ ഇവിടെ വിട്ടിട്ട് ഞങ്ങൾ ഇനിയിപ്പോൾ ആ ഒരു ഐലൻഡിൽ പോയിട്ട് റിട്ടേൺ വരുമ്പോൾ കാത്ത് നിൽക്കാം എന്നാണ് കേട്ടോ പറഞ്ഞത്. ഇവിടെ ഉണ്ടല്ലോ ഇതൊരു മസ്ജിദാണ്. പക്ഷേ എങ്കിൽ ഈ മസ്ജിദിനൊരു പ്രത്യേകതയുണ്ട്. നോക്കിയാൽ നിങ്ങൾ ശരിക്കേ ഒരു ചൈനീസ് ഈ ഒരു പഗോഡ, ആ ഒരു ടെമ്പിളിൻ്റെ ഒക്കെ ഏകദേശം ടച്ചല്ലേ ആ ഒരു മസ്ജിദിന് ഫീൽ ചെയ്യുന്നത്. അത് കൊള്ളാലോ അല്ലേ? മസ്ജിദ് അഗും. ഓക്കെ, why it's look like some kind of Chinese pagoda? Yeah, because Palembang there is interaction with Chinese long before. Okay, ഇത് നമ്മളുടെ സുമാത്രയുടെ കിഴക്ക് ഭാഗത്താണ്. കിഴക്ക് ഭാഗത്ത് എന്ന് പറയുമ്പോൾ സിംഗപ്പൂർ, അതുപോലെ തന്നെ ചൈനീസ് ഉൾക്കടൽ ഒക്കെ അടുത്തടുത്ത്, ചൈനയും വളരെ അടുത്താണ്. അതുകൊണ്ട് പണ്ട് കാലം മുതലേ ഈ പാലമ്പാങ് എന്ന് പറയുന്നത് അന്ന് മുതലേ കച്ചവടത്തിന് വളരെയധികം, പ്രത്യേകിച്ച് സുമാത്രയിലെ കച്ചവടങ്ങൾക്ക് വളരെയധികം പേരുകേട്ടൊരു സ്ഥലമാണ്. സോ അതുകൊണ്ട് തന്നെ ചൈനീസ് ആയിട്ടുള്ള ആളുകൾ അന്ന് മുതൽ, അതായത് കുറേ നൂറ്റാണ്ടുകൾക്ക് വർഷം മുമ്പ് തന്നെ ഇവിടെ വന്ന് കച്ചവടമൊക്കെ ചെയ്യുമായിരുന്നു. അവരുടെ തലമുറകൾ ഇവിടെ താമസിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെയാണ് ഈ ഒരു നാടിന് ചൈനയുമായിട്ട് ഇത്രയധികം ആ ഒരു മസ്ജിദുകളുടെ നിർമ്മാണത്തിൽ വരെ ഏകദേശം ഒരു സിമിലാരിറ്റികൾ വന്നു തുടങ്ങിയത് കേട്ടോ. എന്താ അല്ലേ? അതുകൂടാതെ ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഉണ്ട് ഇവിടെ, പക്ഷേങ്കിൽ ചൈനീസ് കമ്മ്യൂണിറ്റിയാണ് പ്രബലം. ഫറൂഖും അതുപോലെ തന്നെ റഫയും, ഇവർ രണ്ടുപേരും, ഒരാൾ മലയാളിയും ഒരാൾ വന്നിട്ട് ഇന്തോനേഷ്യക്കാരിയുമാണ്. അപ്പം അതെങ്ങനെയാണ് ഇവരിവിടെ എത്തിപ്പെട്ടു, ഇവരുടെ കഥകൾ എങ്ങനെയൊക്കെയാണെന്നുള്ളത് ഞാൻ കഴിഞ്ഞ എപ്പിസോഡുകളിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോകൾ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കണം കേട്ടോ. ഇവിടുത്തെ ലോക്കൽ ട്രാൻസ്പോർട്ടിനുള്ള വണ്ടി കണ്ടോ, അതെങ്ങനെയാണ് കേട്ടോ ലോക്കൽ ട്രാൻസ്പോർട്ട് വണ്ടികളുള്ളത്. അതുകൂടാതെ ഉണ്ടല്ലോ ഇതുപോലുള്ള ചെറിയ വാൻ ടാക്സികൾ ഇതുകൊണ്ട് കേട്ടോ. അതൊക്കെ ആളുകൾ ഷെയർ ടാക്സി ടൈപ്പാണ്. പുറകിലൊക്കെ വരുന്നുണ്ടല്ലോ നിങ്ങൾ. നമ്മുടെ നാട്ടിലെ പോലെ ലൈൻ ബസ്സുകളൊന്നുമില്ല, ഇങ്ങനെയുള്ള ടാക്സികളാണ് കേട്ടോ മെയിനായിട്ട് സർവീസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടത്തുന്നത്. നമ്മൾ ആദ്യമേ നടന്ന് ഇവിടുത്തെ ഒരു പോർട്ടിലേക്ക് വരണം, കാരണം ഈ പറയുന്ന ടെമ്പിളുള്ളത് മറ്റൊരു ദ്വീപിലാണ്. അപ്പോൾ ആ ദ്വീപിലേക്ക് നമുക്ക് ബോട്ടിൽ വേണം പോകാനായിട്ട്. ഈ കാണുന്നുണ്ടല്ലോ ഇവിടുത്തെ ഒരു ഹോസ്പിറ്റലാണ്, ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് എന്ന് തോന്നുന്നു കേട്ടോ. അതുകൂടാതെ ഉണ്ടല്ലോ ഇവിടെ ഇത് ഉണ്ടെങ്കിൽ ഇങ്ങനെ ഈ ഒരു ബൈക്കിന് ഫ്രണ്ടിൽ ഇങ്ങനെ ഇരിക്കാനുള്ളൊരു സാധനം സെറ്റാക്കിയിട്ട് ആളുകളെ കൊണ്ടുപോകുന്ന പരിപാടിയും ഇവിടെ ഉണ്ട് കേട്ടോ. അതുപോലത്തെ ടാക്സി ഉണ്ട്. അതുകൊണ്ട് അതിൻ്റെ മുമ്പിലൊക്കെ ഒരു ചേട്ടൻ ഇരിക്കുന്നതൊക്കെ നമുക്ക് കാണാം. നമ്മളെ നേരെ നടന്നിതാ ഇവിടുത്തെ മ്യൂസിയത്തിൻ്റെ ഫ്രണ്ടിലേക്കാണ് വന്നത്.
ഇവിടുത്തെ ഒരു ട്രഡീഷണൽ ബിൽഡിംഗ് എങ്ങനെ ഉണ്ടാവും എന്നുള്ള കാഴ്ച ഈ മ്യൂസിയം കണ്ടിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലായിരുന്നു, നമ്മളുടെ പോലെ തന്നെ ആ ഒരു ഓടൊക്കെ ഇട്ട് അങ്ങനെ ആ ഒരു ത്രികോണ ഷേപ്പിൽ ആ ഒരു രീതിയിൽ തന്നെയാണ് ഇവരുടെ ബിൽഡിങ്ങുകളൊക്കെ ഉള്ളത്. ഇതുണ്ട് മ്യൂസിയം. ഇത് കൊളോണിയൽ ഭരണകാലമില്ലായിരുന്നു, ആ ഒരു ഭരണകാലത്തെ ഒരുപാട് ഇവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയൊക്കെ ആയിരുന്നു എന്നൊക്കെയുള്ള വിവരണങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളതാണ് ഈ ഒരു മ്യൂസിയം എന്ന് പറയുന്നത് കേട്ടോ. ഇവിടെ ഉണ്ടല്ലോ മോണോ റെയിൽ സർവീസ് ഉണ്ട്, കണ്ടോ നിങ്ങൾ? മോണോ റെയിൽ പോകുന്നത് ഈ ഒരു ടൗണിനെ ചുറ്റി ഇങ്ങനെ മോണോ റെയിൽ കറങ്ങുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലേ, ഈ ഒരു ഇന്തോനേഷ്യയിൽ മോണോ റെയിലുള്ള ടൗണുകൾ വളരെ കുറവാണ്. ഒന്ന് ജക്കാർത്തയിലുണ്ട്, പിന്നെ ഇവിടെയുണ്ട്. ജാവയിൽ വേറെ ഏതെങ്കിലും ടൗണിലുണ്ടോ എന്നറിയില്ല. എന്തായാലും ഞാൻ സുമാത്രയിൽ ഈ ഒരു ടൗണിൽ മാത്രം, പാലംബാങ്ങിൽ മാത്രമേ മോണോ റെയിൽ കണ്ടിട്ടുള്ളൂ കേട്ടോ. നമ്മൾ നടന്ന് അടുത്ത ഒരു ബിൽഡിങ്ങിലേക്ക് എത്തിയിട്ടുണ്ട്. ഒരു ചേട്ടൻ നേരം ചുറ്റും കൂടിയിട്ടുണ്ട്, എന്താണോ കാര്യം. പുള്ളിയുടെ ബോട്ടിൽ വേണം പോകാൻ. അപ്പോൾ അങ്ങനെയാണ്, സെപ്പറേറ്റ് ബോട്ട് എടുക്കുക വേണ്ടേ? ആ പുള്ളിക്കാരനോട് പറഞ്ഞിട്ട് പ്രൈവറ്റ് ബോട്ട് എടുത്തിട്ട് വേണം ആ ദ്വീപിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് ബോട്ട് പറഞ്ഞ് സെറ്റാക്കിയിട്ട് കൂടെ പോവുകയാണ്. അവിടെ ഉണ്ടല്ലോ വലിയ ക്ലോക്ക് ടവറൊക്കെ ഉള്ള ഒരു പാലം കണ്ടങ്ങൾ. ഇതാണ് അമ്പേര പാലം എന്ന് പറയുന്നത്. ശരിക്കും ഈ പറയുന്ന നമ്മളുടെ പാലംബാങ്ങിനെ പാലംബാങ്ങാക്കി മാറ്റിയതിൽ ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുള്ള, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട എന്നല്ല, ഇത് തന്നെയാണ് പങ്കുവച്ചിട്ടുള്ളത്, മോസി നദി. അതാണ് ഈ ഒരു നദി. ഈ നദി ഉണ്ടല്ലോ ശരിക്കും ചൈനീസ് ഉൾക്കടലിലേക്ക് ഇറങ്ങി കിടക്കുന്ന നദിയാണ് കേട്ടോ. അപ്പം ഈ ഒരു പാലത്തിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു മുമ്പ് കാലത്ത്. എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ കപ്പലുകൾ ഈ നദീനെ ക്രോസ് ചെയ്ത് പോകുമായിരുന്നു. അപ്പം ഈ ഒരു പാലത്തിൻ്റെ നടുക്കത്തെ ഭാഗമില്ലേ, അതിങ്ങനെ ഓപ്പൺ ആയിട്ട് വലിയ കപ്പലുകളെ കൊണ്ടുപോകും. പക്ഷേ ഇന്നത്തെ കാലത്തുണ്ടല്ലോ അതിനെന്തെല്ലോ പ്രശ്നം, കാലപ്പഴക്കം വന്നല്ലോ, അതുകൊണ്ട് തന്നെ ആ ഒരു പാലത്തിൽ നിന്ന് ഇപ്പം അങ്ങനെ വലുതൊന്നും പോകത്തില്ല, അങ്ങനെ പൊങ്ങും താഴൊന്നും ചെയ്യത്തില്ല. നോർമലായിട്ടുള്ള ചെറിയ കപ്പലുകൾ, ബോട്ടുകൾ, അങ്ങനെയുള്ള സാധനങ്ങൾ മാത്രമേ പോകുന്നുള്ളൂ. പോകാനുള്ള ആ ഒരു ബോട്ട് ഇവിടെ സെറ്റായിട്ടുണ്ട്, റെഡിയാക്കുന്നുണ്ട്. ഇവിടെ നിന്ന് അങ്ങനെ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ട് സർവീസ് അതുപോലെ ഉണ്ടോ എന്നുള്ളത് അറിയില്ല. എനിക്ക് തോന്നുന്നു അങ്ങനെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത്. കാരണം അല്ലെങ്കിൽ ഇതുപോലെ ഇടുങ്ങിയ വഴി കൂടിയൊക്കെ വരേണ്ട ആവശ്യം വരുമോ? ഇല്ലല്ലോ. ഓക്കെ, യു ആർ ഓൾസോ ഹാത്തി. ഓക്കെ, ഞങ്ങളെ സേഫായിട്ട് ബോട്ടിൽ കയറ്റി വിട്ടിട്ട് റഫ ഇവിടെ കാത്തു നിൽക്കാമെന്ന് പറഞ്ഞ്. യെസ്, എനിക്ക് തോന്നുന്നേ നമ്മൾ ആ ഒരു ബ്രിഡ്ജിൻ്റെ അടിയിൽ കൂടി പോയിട്ട് വേണം പോകാനെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ അത് പൊളിക്കും കേട്ടോ. പിന്നെ ഇവിടെ വന്നിട്ട് ആ ഒരു ബ്രിഡ്ജ് കഴുകാനൊക്കെ അതുകൊണ്ടെങ്കിൽ ഒരു ബോട്ടൊക്കെ നിന്ന് കഴുകുന്നൊക്കെ ഉണ്ട് കേട്ടോ. കൊള്ളാലോ. ഓക്കെ, എൻ്റെ പറഞ്ഞത് ബോട്ട് കുറച്ചധികം പൊലിങ്ങി ഇതൊക്കെ ആയിട്ടായിരിക്കും പോവുക. കാരണം പുഴ കുറച്ച് എന്താ പറയുക കലുഷിതമാണ്, അതുകൊണ്ടാണ് കേട്ടോ. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു സ്പീഡ് ബോട്ടുകൾ അല്ലാത്ത ബോട്ടുകളൊക്കെ ഇതുണ്ടെങ്കിൽ ഈ ഒരു പുഴ കൂടി സർവീസ് നടത്തുന്നുണ്ട്. അപ്പം അതിൻ്റെ ഓളങ്ങൾ വന്നടിക്കുന്നതാണ്, അല്ലാതെ തിരിയൊന്നുമല്ല കേട്ടോ. നമ്മുടെ ഈ ഒരു പുഴയുടെ ഇരു കരകളിലുമായിട്ടാണ് നമ്മുടെ പാലംബാങ് ടൗൺ ശരിക്കും പണ്ട് മുതൽ വളർന്നു വന്നിട്ടുള്ളത്. അപ്പം അവിടെ ഏതോ ഒരു ചൈനീസ് ടൗണോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. കാരണം അവിടെ ഒരു വ്യാളിയൊക്കെ ഇല്ല, അതിൻ്റെ എല്ലാം ഒരു കവാടമൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുകൂടാതെ ഈ കാണുന്നതൊക്കെ ഉണ്ടല്ലോ റെസ്റ്റോറൻറ്റുകളാണ് കേട്ടോ. അതിൻ്റെ അവിടെ ഇരുന്ന ആളുകൾ ചായ കുടിക്കുന്നതും കൈയൊക്കെ പൊക്കി കാണിക്കുന്നുണ്ട് നമ്മളെ. അതുകൂടാതെ ഇവിടെ ഇറക്കി പണിതിട്ട് നമ്മൾ ഈ കാശ്മീരിൽ കണ്ടിട്ടുള്ള ഹൗസ് ബോട്ടുകളില്ലേ, ഏകദേശം അതുപോലെയൊക്കെ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന ആ ഒരു റെസ്റ്റോറൻറ്റ്, താമസിക്കുന്ന വീടുകൾ ടൈപ്പ് സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു ഡ്രഡ്ജിങ് ചെയ്യുന്ന ടൈപ്പ് ആ ഒരു ബോട്ടുകളില്ലേ, ഇതിന് വേറെന്തോ ഒരു പേര് പറയും, ബാർജെന്നോ അങ്ങനെ എന്തോ. അപ്പോൾ ആ ഒരു സാധനമൊക്കെ ഇതാ നമ്മളെ കടന്നു പോകുന്നുണ്ട്. ഇങ്ങനെ ഒരു തട്ടിൻ്റെ മേലെ നിന്നും പിള്ളേർ ചാടി എന്താ പറയുക ഇന്നത്തെ ദിവസം അവരങ്ങടെ ആഘോഷമാക്കുകയാണ്. കൊണ്ടാടോ നോക്കിയങ്ങള്. ഇവിടെ ഒരു ചേട്ടൻ ചെറിയ ഒരു കൊതുമ്പ് വെള്ളം അങ്ങനെയല്ല ഇനി പറയുന്നത്, ആ ഒരു വള്ളത്തിൽ മീനൊക്കെ പിടിക്കുന്നുണ്ട് കേട്ടോ. അത് നല്ലോണം ചാടി തുള്ളി ഇതിൻ്റെ ഓളത്തിൽ അങ്ങനെ തുള്ളി കളിക്കുന്നുണ്ട്. അതുകൂടാതെ കടലിലേക്ക് പോകുന്ന മീൻപിടുത്ത ബോട്ടുകൾ, അത്യാവശ്യം വലിയ ബോട്ടുകളാണ്, അതും ഈ ഒരു സൈഡിലേക്ക് വന്ന് കിടപ്പുണ്ട്. ഇപ്പോൾ വലിയ കപ്പലുകളൊന്നും വരലില്ല കേട്ടോ. ഇതുപോലുള്ള ബോട്ടുകളൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇപ്പോൾ കയറി വരുന്നത്. സ്പീഡ് ബോട്ടുകൾ എന്ന് പറഞ്ഞാൽ ചില്ലറ സ്പീഡൊന്നും അല്ല കേട്ടോ. നോക്കി എന്നാ സ്പീഡിലാണ് സാധനങ്ങൾ പോകുന്നതെന്ന്. കുറച്ചുകൂടെ വിട്ട് കഴിഞ്ഞപ്പോഴേ ഇതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് ചെറിയ വീടുകളൊക്കെ നമുക്ക് കണ്ടു തുടങ്ങി. ആൾതാമസ ഏരിയകളാണ് കേട്ടോ. ഇതിൻ്റെ നടുക്കുണ്ട്. ഇത് ശരിക്കും ഉണ്ടല്ലോ പെട്രോൾ പമ്പ് പോലത്തെ എന്തോ സെറ്റപ്പാണ്. അതിൻ്റെ ഉള്ളിൽ കുറേ എണ്ണയൊക്കെ വെച്ചിട്ടുണ്ട്. കറക്റ്റ് ഇതിൻ്റെ സെൻട്രലാണ് കേട്ടോ. സെൻട്രലല്ല, ഒരു സൈഡിലായിട്ട്. ഈ പറയുന്ന ഐലൻഡിൽ ഇതിന് മുമ്പ് പോയിട്ടുണ്ടോ? ഇല്ല, ആദ്യമായിട്ടാണ് പോകുന്നത്. ഓക്കെ, നിങ്ങളെ കല്യാണത്തിനൊക്കെ ശേഷം ഹണിമൂണൊക്കെ പോയായിരുന്നോ? എങ്ങനെയാ? ഇല്ല. ആക്ച്വലി ഇവരുടെ പ്ലാൻ ഉണ്ടല്ലോ,
ഇന്തോനേഷ്യ മുഴുവൻ, അതായത് ഇന്തോനേഷ്യക്ക് കുറേ ഐലൻഡുകളുണ്ടല്ലോ, അത് മുഴുവൻ കറങ്ങാനല്ലേ. ഇവർ രണ്ടുപേരും കൂടി ആ ഒരു ഇന്തോനേഷ്യൻ്റെ ഐലൻഡുകളൊക്കെ മുഴുവൻ കറങ്ങി. കാരണം ഭാഷ അറിയാവുന്നതുകൊണ്ട് അത് ഭയങ്കര അഡ്വാൻറ്റേജ് ആണ് കേട്ടോ. എല്ലാ സ്ഥലത്തും പോയി എല്ലാ കാഴ്ചകളൊക്കെ കണ്ട് അവിടെയൊക്കെ താമസിച്ച് ഒരുപാട് നാളെടുത്ത്. എത്ര വർഷത്തെ പരിപാടി അത്? ജീവിതകാലം മുഴുവൻ. അങ്ങനെ ഒരു പ്ലാനാണ് കേട്ടോ. അപ്പോൾ കൂടുതൽ ഇന്തോനേഷ്യയുടെ കൾച്ചർപരമായിട്ടുള്ള വീഡിയോകൾ, കാഴ്ചകളൊക്കെ കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇന്തോനേഷ്യൻ മരുമകൻ്റെ ചാനൽ നിങ്ങൾ ഓൾറെഡി ഫോളോ ചെയ്തിട്ടുണ്ടാവും, അതൊന്ന് ഫോളോ ചെയ്താൽ മതി കേട്ടോ. നമുക്ക് കൂടുതൽ കാഴ്ചകൾ കാണാവേ. എല്ലാം ഞാൻ ഇവിടെ ഏൽപ്പിക്കുന്നുണ്ട്. എല്ലാം ഞാൻ സുരക്ഷിതമായിട്ട് സ്തുതി ഏൽപ്പിച്ച ആ ഒരു ഭാരം ഞാൻ ഏറ്റെടുക്കുന്നുണ്ട്. ഞാൻ നിങ്ങളെ കാണിക്കാം. നമ്മളെ കുറച്ചുകൂടി മുമ്പോട്ടേക്ക് വന്നപ്പോഴത്തേക്കും ഇതുണ്ട്, നിങ്ങൾ കണ്ടെയ്നർ ഷിപ്പുകൾ വന്നെടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് കണ്ടെയ്നർ ഇറക്കാൻ പാകത്തിനുള്ള വലിയ വലിയ ആ ഒരു ക്രെയിൻ സെറ്റപ്പുകളൊക്കെ നമുക്കിത് ഇവിടെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം വലിയ ഷിപ്പുകളൊക്കെ അടുക്കുന്നുണ്ട്. അങ്ങ് ദൂരെ ആയിട്ട് പുക തുപ്പുന്ന കുറേ അധികം ഫാക്ടറികളുടെ പുകക്കൊഴലുകൾ നമ്മൾ കണ്ടു തുടങ്ങുന്നുണ്ട്. ഇത് പുഫുക്ക് കണ്ടിരുന്ന, അതായത് ഈ ഫെർട്ടിലൈസേഴ്സ് കൊണ്ടുവരുന്ന കപ്പലാണെന്നാണ് കേട്ടോ ഫറൂഖ് പറഞ്ഞത്. പുസ്രി എന്ന് പറയുന്ന ഇന്തോനേഷ്യ, പുസ്രി എന്ന് പറയുന്ന ഇവിടുത്തെ വലിയൊരു കമ്പനിയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഫറൂഖിൻ്റെ വീട്ടിൽ പോയപ്പോൾ പറഞ്ഞില്ലായിരുന്നോ, ഫറൂഖിൻ്റെ അതായത് നമ്മളുടെ റഫയുടെ ബാപ്പ വന്നിട്ട് ഈ ഒരു കമ്പനിയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൂടാതെ ഈ ഒരു നാട്ടിലെ വലിയ അതുണ്ട് പുസ്രിയുടെ വലിയൊരു കമ്പനി തന്നെയാണ് ഈ പുസ്രി എന്ന് പറയുന്നത്. പുസ്രിയിൽ ഉണ്ടാക്കുന്ന യൂറിയാണ് പ്രധാനമായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിതാ ഈ ഒരു കപ്പലുകളിൽ കയറ്റി കൊണ്ടുപോകുന്നുണ്ട്. ശരിക്കും ഈ ഒരു നാടിനെ നാടാക്കി മാറ്റിയത് ഇവിടുത്തെ എന്താ പറയുക ഈ ഒരു സമ്പത്തിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട ഒരു കാരണം ഈ പുസ്രി എന്ന് പറയുന്ന കമ്പനിയും കൂടിയാണ് കേട്ടോ. ശരിക്കും ആ ഒരു കമ്പനിയിൽ ഉണ്ടാക്കുന്ന ആ യൂറിയയുടെ ചാക്കുകൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്താ ഈ എന്തോ ഒരു ബെൽറ്റ് എന്ന് പറയുമല്ലോ, ആ ഒരു സാധനങ്ങളൊക്കെ ഡയറക്റ്റ് ഈ ഒരു റിവറിലേക്കാണ് അവിടെ നിന്നുണ്ടാക്കുന്ന സാധനങ്ങൾ കൊണ്ടുവരുന്നത്. അത് പിന്നെ കണക്ട് ചെയ്ത് നേരെ കപ്പലിൽ കയറ്റി കൊണ്ടുപോകും. ശരിക്കും ഉണ്ടല്ലോ ഇവിടുത്തെ കമ്പനികളൊക്കെ ഈ ഒരു റിവറിനോട് അടുപ്പിച്ചുണ്ടാക്കാനുള്ള കാരണവും ഈ ഒരു ട്രാൻസ്പോർട്ടേഷൻ്റെ എളുപ്പം. നിങ്ങൾക്കറിയാലോ, പ്രത്യേകിച്ച് ഈ സുമാത്ര എന്ന് പറയുന്ന സ്ഥലം വന്നിട്ട് കുറേ അധികം മലകളും അങ്ങനെയുള്ള പുഴകളും അങ്ങനെയൊക്കെ ഉള്ള ഒരു മേഖലയാണ്. ശരിക്കും നമ്മുടെ കേരളത്തിൻ്റെ ഭൂപ്രകൃതിയോട് സാമ്യമുള്ള ഒരു ഭൂപ്രകൃതിയൊക്കെ ഉള്ള ഒരു ഏരിയ ആണ്. അപ്പം അതിൽ ഇങ്ങനെ ഒരു പുഴ വിശാലമായി കിടക്കുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് ട്രാൻസ്പോർട്ടേഷനൊക്കെ ഈ പുഴ കൊണ്ട് സാധിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ദൂരെയായിട്ട് ആ ഒരു ഐലൻഡ് കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഏകദേശം അരമണിക്കൂറിന് മേലെ യാത്ര. വിട്ടോ നേരെ വെള്ളത്തിൽ വിടില്ല കേട്ടോ. ഫറൂഖിന് നീന്താൻ അറിയത്തില്ലെന്നാട്ടോ പറഞ്ഞത്. ഞാനറിയാം പോടോ അമ്പടാ വീഴുന്ന വീഡിയോ എനിക്ക് കിട്ടണ്ടെന്നാ. ഇതൊന്നുമില്ല, സിമ്പിളല്ലേ. ഇങ്ങനെ കാലെടുത്ത് വെച്ച് ഇങ്ങനെ കയറണം. കയറി വാ. ശരിക്കുണ്ടല്ലോ ഈ പാലം കണ്ടില്ലേ നിങ്ങൾ, ഈ പാലം അത് കഴിഞ്ഞിട്ട് ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന ഒരിതാണ് ഈ ഒരു ഭാഗമല്ലേ. ശരിക്കും ഇവിടെ ഈ ഒരു ചൈനീസ് ന്യൂ ഇയർ വരുന്ന സമയത്ത് ഇതുണ്ടോ, അതാണ് മെയിൻലാൻഡ് എന്ന് പറയുന്നത്. ആ മെയിൻലാൻഡുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഈ ഒരു പാലം അങ്ങ് വരെ എക്സ്റ്റെൻഡ് ചെയ്യും. അത്ര താൽക്കാലികമായിട്ടുള്ള പാലം ഉണ്ടാക്കും. ആ ഒരു സമയത്ത് വണ്ടിക്കും മറ്റു സാധനങ്ങൾക്കൊക്കെ ഇവിടം വരെ വരാൻ പറ്റും. ഇവിടെ കുറച്ച് ഇവിടുത്തെ ചേച്ചിമാർ വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, നമ്മൾ ഇന്തോനേഷ്യയിൽ എവിടെ വന്നിട്ടുണ്ടെങ്കിലും നമ്മൾ സിനിമാ നടന്മാരെ പോലെ ആകും എന്നുള്ളത്. നമ്മുടെ കൂടെ ഫോട്ടോ എടുക്കാനുള്ള ഒരു ക്യൂ ആണ്. സ്പീഡ് ബോട്ട് ഓടിച്ചു വന്നിട്ടുള്ള ഇക്കാണിത്. അപ്പം പുള്ളിക്കാരനും നമ്മളുടെ കൂടെ കെട്ടിപ്പിടിച്ചൊരു ഫോട്ടോ എടുക്കണമെന്ന് ഒട്ടും വിട്ടില്ല, കെട്ടിപ്പിടിച്ച് ഞങ്ങൾ. ഇവിടെ ഉണ്ടല്ലോ നമുക്ക് വേറൊരു കാഴ്ച കാണാൻ പറ്റും. ഈ ഐലൻഡ് പതുക്കെ വളർന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുമോ? ശരിക്കും അതേ കേട്ടോ. അത് ഉണ്ടാക്കുക ഇങ്ങനെ കോൺക്രീറ്റിൻ്റെ ഇതിങ്ങനെ വാർത്തിട്ട് അതിന് നടുക്ക് ഈ ഒരു പുഴയിൽ നിന്നും വരുന്ന മണൽ കോരിയിട്ട് ഈ ഒരു ഐലൻഡിനെ ഇങ്ങനെ വീതി കൂട്ടി കൊണ്ടുവരികയാണ് കേട്ടോ. ഇതുണ്ടെങ്കിൽ ഇവിടെ എല്ലാം അതുപോലെ എക്സ്ട്രാ കുറേ അധികം സ്ഥലം കിട്ടിയിട്ടുണ്ട്. ഞാൻ നിങ്ങളെ ശ്രീലങ്ക പോയപ്പം ചൈനീസ് ആ ഒരു കമ്പനി എങ്ങനെയാണ് ഐലൻഡ് വലുതാക്കുന്നതെന്നുള്ളൊരു കാഴ്ച കാണിച്ചു തന്നിട്ടില്ലായിരുന്നു. അതായത് കടലിനടിയിൽ ഒന്നുമില്ലാതെ കിടന്നൊരു സ്ഥലം അവർ ആ ഒരു കൊളംബോ പോർട്ടിനോട് ചേർന്നിട്ട് വലിയ ഏക്കർ കണക്കിന് സ്ഥലമായിട്ട് വികസിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു കാഴ്ച ഞാൻ ശ്രീലങ്ക പോയപ്പോൾ നിങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇവർക്ക് അങ്ങനെയൊക്കെ ടെക്നോളജികളുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണാത്ത ആളുകളുണ്ടെങ്കിൽ ആ വീഡിയോ കൂടി നമ്മുടെ ശ്രീലങ്കൻ എപ്പിസോഡിലൊന്ന് പോയി നോക്കിയാൽ കാണാൻ പറ്റുമേ. നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ എന്തെങ്കിലും നിർമ്മാണ പ്രവൃത്തികളൊക്കെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇതുണ്ടോ കളിപ്പാട്ടങ്ങൾ വരെ ഈ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു വ്യാളി പോലത്തെ ഒരു പാമ്പ് പോലത്തെ, വ്യാളി തന്നെയല്ലേ ഇതിന് പറയുന്നത്, ആ ഒരു ടൈപ്പുള്ള സാധനങ്ങളൊക്കെയാണ്. മൊത്തത്തിലൊരു ചൈനീസ് മയം ഇങ്ങോട്ടേക്ക് വന്നപ്പോഴത്തേക്കും വന്നു. ഈ ഒരു കോഴിയുടെ പാവ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പല ചൈനീസ് കോമഡി ഈ റീലുകളിലൊക്കെ ഒരുപാട് കണ്ടിട്ടുള്ള സാധനമാണ്. അതായത് ഇതിന് ഞെക്കുമ്പോൾ ഒരു പ്രത്യേകതരം സൗണ്ടാണ് വരുന്നത്. ഇത് കാലിൻ്റെ അടിയിൽ ഇങ്ങനെ വെച്ചിട്ട് വേറൊരാൾ
കണ്ണിങ്ങനെ കെട്ടിയിട്ട് ബാക്കിയുള്ള ആൾക്കാരെ നടന്നു പോകുന്ന സൗണ്ട് വെച്ചിട്ട് കണ്ടുപിടിക്കണം. നല്ല ചുട്ട അടിയും കൊടുക്കും കേട്ടോ. അപ്പം ആ ഒരു കോഴി കേട്ടോ ഇതാണ്. നൈസ്. ഈ ഒരു സമയത്തുണ്ടല്ലോ ഇവിടെ കച്ചവട സ്ഥാപനങ്ങളൊക്കെ വളരെ കുറവാണ്. പക്ഷേങ്കിൽ ഇതുണ്ടെങ്കിൽ അങ്ങ് വരെ വലിയ ലൈനായിട്ട് പെർമനൻ്റ് ആയിട്ടുള്ള ഷെഡുകൾ ഇങ്ങനെ വേർതിരിച്ചിട്ടിട്ടുണ്ട്. മേ ബി ആ ഒരു സീസൺ ടൈമൊക്കെ വരുന്ന സമയത്ത് കടകളൊക്കെ തുടങ്ങാൻ വേണ്ടിയിട്ടായിരിക്കണം. ഇന്തോനേഷ്യൻ മരുമകൻ എവിടെ? മരുമകൻ ഓടിപ്പാൻ ഞാൻ ആദ്യമേ പോയിട്ടുണ്ടായിരുന്നു. ഇതാണ് ഇതിൻ്റെ ചരിത്രം എഴുതിയേക്കുന്നത്. ശരിക്കും ഇന്തോനേഷ്യൻ ഭാഷ വായിക്കാൻ അറിയാമോ? അറിയാം. ഇന്തോനേഷ്യൻ ഭാഷ ശ്രുതിക്കും വായിക്കാമല്ലോ. അല്ല, ഇതിൻ്റെ അർത്ഥം അറിയണ്ടേ? അർത്ഥം അറിയാൻ പറ്റും, പക്ഷേ ഒരുപാട് ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റില്ല. കാര്യം എന്ന് വെച്ചാൽ അർത്ഥം എപ്പോഴും ഭയങ്കര ഒഫീഷ്യൽ ആയിട്ടുള്ള ലാംഗ്വേജ് ആയിരിക്കുമല്ലോ. ഞാൻ പഠിച്ചത് ആൾക്കാർ സംസാരിക്കുന്ന ഭാഷയല്ല, എന്നാലും ഏകദേശം മനസ്സിലാവും. ആണല്ലേ? അത് ലെജൻഡ സിയോറൻ പുത്രി രാജ ബർനാമ സിറ്റി ഫാത്തിമ. ഇത് ഇവിടുത്തെ രാജാവിന്റെ മോളായിരുന്നു സിറ്റി ഫാത്തിമ. ഓക്കെ, ആ ഒരു കഥ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ കഥ ഒന്ന് പറ. സിറ്റി ഫാത്തിമ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ രാജപുത്രിയുടെ ഓർമ്മയ്ക്കായിട്ടുള്ള ഒരു ദ്വീപാണിത്. ശരിക്കും പറഞ്ഞാൽ സിറ്റി ഫാത്തിമ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നു എന്നാണ് ഈ ഒരു ദ്വീപിലെയും ഈ ഒരു പലമ്പങ്ങിലെയും അങ്ങ് ചൈനക്കാർ വരെ വിശ്വസിക്കുന്നത്. പണ്ട് ഈ ഒരു പലമ്പങ് സ്ഥലം ഭരിച്ചിരുന്ന നമ്മുടെ വലിയ വെൽത്തി ആയിട്ടുള്ള ഒരുപാട് പൈസയും കാര്യങ്ങളൊക്കെ ഉള്ള രാജാവിൻ്റെ മകളായിരുന്നു സിറ്റി ഫാത്തിമ. ഭയങ്കര ക്യൂട്ടായിരുന്നു, പ്രട്ടിയായിരുന്നു കേട്ടോ സിറ്റി ഫാത്തിമ. അപ്പോൾ അവരെ ശരിക്കും ഈ നാട്ടിലുള്ള എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ അവരുടെ ഇഷ്ടം പറയാൻ എല്ലാവർക്കും പേടിയാണ്. കാര്യം നമ്മുടെ രാജാവ് അത്രയും അടിപൊളിയായിട്ടുള്ള ഒരാളെ ആൾക്ക് മാത്രമേ മകളെ കെട്ടിച്ചു കൊടുക്കത്തുള്ളൂ. പക്ഷേ ആ സമയത്താണ് ചൈനയിൽ നിന്ന് നമ്മുടെ ഇവിടെ എഴുതിയിട്ടുണ്ട് തൻ പുൻ അൻ എന്നാണ് ആ ഒരു ചൈനീസ് ആളിൻ്റെ പേര്. ആ ചൈനയിൽ നിന്ന് കപ്പലിൽ ഇവിടെ ബിസിനസ്സിന് വേണ്ടിയിട്ട് തൻ പുൻ അൻ ഈ നാട്ടിലേക്ക് വരികയാണ്. അങ്ങനെ ഇവിടെ വന്ന് ഈ രാജാവിനോട് ആദ്യം പെർമിഷൻ ചോദിച്ചു. എനിക്കൊരു ബിസിനസ് നടത്താൻ ആഗ്രഹമാണ്, കച്ചവടം നടത്താൻ ആഗ്രഹമാണ്, ഞാൻ കപ്പലിൽ വന്നിരിക്കുകയാണെന്ന്. അപ്പോൾ രാജാവിന് ഇവിടുത്തെ ഒരു സാമ്പത്തിക സ്ഥിതിയൊക്കെ ഒരുപാട് ഉയർത്തണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു. അതുകൊണ്ട് നമ്മുടെ രാജാവ് ഓക്കെ പറഞ്ഞു. പക്ഷേ ഒരു കണ്ടീഷൻ, നിങ്ങളുടെ ലാഭത്തിൻ്റെ പകുതി ഈ രാജ്യത്തിന് വേണ്ടിയുള്ളതായിരിക്കണം, ഈ പലമ്പങ്ങിന് വേണ്ടിയിട്ടുള്ളതായിരിക്കണം, എൻ്റെ ഈ ഒരു കിണ്ടത്തിനായിരിക്കണം നിങ്ങളുടെ ലാഭത്തിൻ്റെ പകുതിയെന്ന്. ഇയാൾ എഗ്രി ചെയ്തു, കച്ചവടം തുടങ്ങി. അങ്ങനെ ഇയാൾ പലപ്പോഴായിട്ട് ഈ കൊട്ടാരത്തിൽ വരുന്ന സമയത്ത് നമ്മുടെ സുന്ദരിയായ സിറ്റി ഫാത്തിമയെ കാണും. സിറ്റി ഫാത്തിമയോട് ഇയാൾക്കൊരു ഇഷ്ടം തോന്നി. തിരിച്ച് സിറ്റി ഫാത്തിമ ഇത്രയും ഗ്ലാമറായിട്ടുള്ള ഹാൻസം ആയിട്ടുള്ള ഈ തൻ പുൻ അന്നിനോടും ഒരു സ്നേഹം തോന്നി. അപ്പോൾ പക്ഷേ അങ്ങനെ ഈ ഒരു സ്നേഹം പതുക്കെ വളർന്നു. പഴയ സമയത്തും അവർ തമ്മിൽ കാണാൻ തുടങ്ങി. ചൈനയിൽ നിന്ന് വന്ന നമ്മുടെ ചെക്കനും നമ്മുടെ പലമ്പങ്ങിലെ സുന്ദരിയായ സിറ്റി ഫാത്തിമയും തമ്മിൽ പ്രണയത്തിലായി. അങ്ങനെ രാജാവിനോട് ഈ തൻ പുൻ അൻ ചൈനീസുകാരൻ വന്ന് തൻ്റെ പ്രണയം പറയാണ്, മകളെ കെട്ടിച്ചേരണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ മോളെ കെട്ടിച്ചേരാൻ ആണെങ്കിൽ കണ്ടീഷനുണ്ട്, നീ 9 കുടം നിറയെ സ്വർണ്ണം കൊണ്ടുവരണം എന്ന് പറഞ്ഞു. 9 കുടം നിറയെ സ്വർണ്ണം കൊണ്ടുപോവാ, നിനക്ക് ഞാൻ എൻ്റെ മോളെ കെട്ടിച്ചേരാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ 9 കുടം നിറയെ സ്വർണ്ണം എന്ന് പറയുമ്പോഴത്തേക്കും ഒരുപാട് പൈസയാണ്. അപ്പോൾ എന്ത് ചെയ്തു, നമ്മുടെ ഈ ചൈനക്കാരൻ തൻ്റെ ചൈനയിലുള്ള അച്ഛനും അമ്മയ്ക്കും കത്തെഴുതി, എനിക്കിങ്ങനെ ഒരു പെൺകുട്ടീനെ ഇഷ്ടമാണ്, 9 കുടം നിറയെ എനിക്ക് സ്വർണം വേണം, എന്നാലേ എനിക്ക് എൻ്റെ ഈ ഞാൻ പ്രേമിക്കുന്ന പെണ്ണിനെ കിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ വീട്ടിലേക്ക് കത്തെഴുതി. അച്ഛനും അമ്മയും കത്ത് വായിച്ചു. അപ്പോൾ അച്ഛനും അമ്മ എന്താ ചെയ്തേ, കുടം നിറയെ സ്വർണം അവിടെ നിന്ന് വിട്ടു, ചൈനയിൽ നിന്ന് പലമ്പങ്ങിലേക്ക് കപ്പൽ മാർഗം. പക്ഷേ അച്ഛനും അമ്മയും ഒരു ബുദ്ധി ഉപയോഗിച്ചു. കാര്യം അന്നും ഈ കള്ളന്മാരും കൊള്ളക്കാരും ഒക്കെ ഉള്ളതല്ലേ. ഹലോ കള്ളന്മാരും കൊള്ളക്കാരും ഒക്കെ ഉള്ള സമയമായതുകൊണ്ട് അവർ ഈ സ്വർണത്തിൻ്റെ മുകളിൽ വെജിറ്റബിൾസ് വെച്ചു, പച്ചക്കറികൾ വെച്ച് മൂടി വെച്ചു. ഇതൊരു പച്ചക്കറിയാണെന്ന് തെറ്റിദ്ധരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പച്ചക്കറിയും സ്വർണവുമായിട്ട് ആ കപ്പൽ നമ്മുടെ പലമ്പങ് തീരത്തടുത്തു. നമ്മുടെ ഈ തീരത്താണ് അടുത്തത്. പക്ഷേ ഈ തീരത്ത് അടുക്കുന്ന സമയത്ത് നമ്മുടെ രാജകുമാരൻ ഭയങ്കര ആവേശത്തിൽ ചെന്ന് കുടം തുറക്കുമ്പോൾ കാണുന്നത് എന്താണ്, പച്ചക്കറി മാത്രമാണ്. ഈ അച്ഛനും അമ്മയും പറഞ്ഞില്ല ഇതിൻ്റെ ഉള്ളിൽ സ്വർണ്ണമുണ്ട്, ഞങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പച്ചക്കറി വെച്ചതാണെന്ന്. പക്ഷേ ഈ നമ്മളെ ചെക്കൻ കാണുമ്പോൾ, ചൈനക്കാരൻ കാണുമ്പോഴത്തേക്കും കുടത്ത് നോക്കുമ്പോഴത്തേക്കും കുടത്തിൽ പച്ചക്കറി മാത്രമേ ഉള്ളൂ, അതും ചീഞ്ഞളിഞ്ഞ പച്ചക്കറികൾ. അയാൾക്ക് ഭയങ്കരമായിട്ട് വിഷമം വരും. എൻ്റെ അച്ഛനും അമ്മയും എന്നെ ചതിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ ഓരോ കുടം എടുത്ത് നമ്മുടെ ഈ നദിയിലേക്ക് ഇടും വിഷമത്തിൽ. ഇതെല്ലാം ദൂരെ നിന്ന് സിറ്റി ഫാത്തിമ കാണുന്നുണ്ട്. നദിയിലേക്ക് ഓരോ കുടവും എടുത്തിടും. ശരിക്കും പറഞ്ഞാൽ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ് അന്ന് ഉണ്ടായത്. അച്ഛനും അമ്മയും വിശ്വസിച്ചില്ല. പെട്ടെന്നുള്ള ദേഷ്യത്തിൽ ഒരു പേഷ്യൻസ് ഇല്ലാതെ, ഒരു സമാധാനം ഇല്ലാതെ, ഒരു ശാന്തത ഇല്ലാതെ നമ്മുടെ ഈ ചൈനക്കാർ ഇതെല്ലാം വാരി വെള്ളത്തിലും. പക്ഷെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവസാനത്തെ സമയം ഇയാൾ വെള്ളത്തിലിടുന്നതിന് പകരം ആ ഒരു വിഷമവും ദേഷ്യവും അമർഷവും എല്ലാം കൊണ്ട് ആളാ കൊട്ട ഇങ്ങനെ തട്ടുമ്പോഴത്തേക്കാണ് ഈ പച്ചക്കറി വീഴുന്നതും നിറയെ സ്വർണ്ണവും ഇതിനുള്ളിൽ. അപ്പോൾ അയാൾ തല കൈവച്ചുകൊണ്ട് വിചാരിക്കും, ഞാൻ കൊട്ടിയിട്ട ഈ ഒരു റിവറിലേക്ക് തട്ടിയിട്ട ആ ഒരു കുടത്തിൽ നിറയെ സ്വർണ്ണം വരുന്നെന്ന്. അയാൾ ആ സ്വർണ്ണം എടുക്കാൻ വേണ്ടി വെള്ളത്തിലേക്ക് ചാടും. വെള്ളത്തിലേക്കെടുത്ത് ചാടിയ ആ ഒരു ചൈനക്കാരൻ പിന്നെ ഒരിക്കലും പൊങ്ങി തിരിച്ചു വരില്ല. ഇത് കാണുന്ന സിറ്റി ഫാത്തിമ വന്ന് ഭയങ്കര വിഷമത്തോടെ അലമുറയിട്ട് കരഞ്ഞുകൊണ്ട് സിറ്റി ഫാത്തിമ പറയും, ഈ
എന്താണ്, ഞാനും ഈ വെള്ളത്തിലേക്ക് പോവുകയാണ്, ഇതെൻ്റെ അവസാന വാക്കാണ്, ഞാനും ഈ വെള്ളത്തിലേക്ക് ചാടുകയാണ്, ഇനി ഈ വെള്ളത്തിൽ നിന്ന് എന്തെങ്കിലും ഉയർന്നു വന്നാൽ അത് എൻ്റെ ശവകുടീരമായിരിക്കും എന്നാണ് സിറ്റി ഫാത്തിമ പറയുന്നത്. അന്ന് സിറ്റി ഫാത്തിമ എടുത്ത് ചാടി അതിനുശേഷം ഈ മണ്ണ് പൊന്തി വന്നെന്നാണ് പറയുന്നത്. അവരുടെ വിശ്വാസം അങ്ങനെയാണ്. അന്ന് സിറ്റി ഫാത്തിമ എടുത്ത വെള്ളത്തിലേക്ക് ചാടി തൻ്റെ ഇഷ്ടപ്പെട്ട പ്രിയ കാമുകനെ വേണ്ടിയിട്ട് ആ പെൺകുട്ടി എടുത്ത് ചാടിയ ആ ഒരു നദിയും അതിനുശേഷം പൊങ്ങി വന്ന ഒരു മൺപ്രദേശമാണ് ഈ ഒരു ദ്വീപെന്നാണ് ഇവിടെയുള്ള ആൾക്കാർ വിശ്വസിക്കുന്നത്. ഇതിൻ്റെ ഒരു മോറൽ സ്റ്റോറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആരെയും പെട്ടെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത്, നമുക്ക് സമാധാനം വേണം, സബർ വേണം, പേഷ്യൻസ് വേണമെന്നാണ് ഈ ഒരു കഥ ഈ ലോകത്തോട് വിളിച്ചു പറയുന്നത്. അതിപ്പോഴും ചൈനക്കാർ ഇവിടെ വരുന്നുണ്ട്. ആ സുന്ദരനായ ചൈനീസ് പുള്ളിക്കാരനെ എല്ലാവരും ഓർക്കുന്നുണ്ട്. സിറ്റി ഫാത്തിമയെ കാണാനായിട്ട് ഇപ്പോഴും ആൾക്കാർ ഈ ഒരു ഐലൻഡിലേക്ക് വരുന്നുണ്ട്. എല്ലാവരെയും വിഷമിപ്പിക്കുന്ന ഒരു കഥയാണിത്, ട്രാജഡി. ഓക്കെ, എന്തായാലും ആ കഥ കേട്ടിട്ടുണ്ടല്ലോ. കുറച്ചധികം നേരം പിള്ളേരും കൂടി ഇവിടെ ചുറ്റും വട്ടം കൂടി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം അതാണ് ഈ ഒരു ടെമ്പിളിൻ്റെ കഥ കേട്ടോ. ഇവിടുത്തെ ഈ ഒരു ടെമ്പിളിനോട് ചേർന്ന് തന്നെ ഇതുണ്ടെങ്കിൽ വലിയൊരു വാച്ച് ടവർ പോലത്തെ ആ ഒരു ചൈനീസ് നിർമ്മാണ രീതി തന്നെയാണ് നിർമ്മിച്ചേക്കുന്നത്. ഒരു വാച്ച് ടവർ നമുക്ക് കാണാം. അതിന് മേലോട്ടേക്ക് കയറാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല. എന്തായാലും അതിൻ്റെ മേളിൽ കയറിയിട്ടുണ്ടെങ്കിൽ ശരിക്കും നമുക്ക് ഈ ഒരു ദ്വീപും അതിൻ്റെ ചുറ്റുപരിസരമൊക്കെ നല്ല വൃത്തിക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. ഒരുപാട് ആളുകൾ ഇപ്പോഴും ഇത് കാണാനൊക്കെ ആയിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. ഇവിടുന്ന് ഇതിൻ്റെ മേലേക്ക് കയറാനുള്ള ആ ഒരു കവാടം അടച്ചിട്ടിട്ടാണുള്ളത്. ഇത് ആ ഒരു സമയമൊക്കെ ആകുമ്പോൾ മാത്രമേ ഓപ്പൺ ആകത്തുള്ളൂ കേട്ടോ. ഇപ്പോൾ നമുക്ക് കയറാൻ പറ്റത്തില്ല. ഇവിടെ ഷോപ്പിൽ വിൽക്കാൻ വെച്ചിട്ടുള്ള പിള്ളേർ ഉന്തിക്കളിക്കുന്ന ആ ഒരു ഉന്തുവണ്ടി പോലത്തെ ടൈപ്പാണ്. നമ്മൾ പണ്ട് ഈ ഒരു ചെരുപ്പൊക്കെ വട്ടത്തിൽ മുറിച്ചിട്ട് ആക്കൂലേ, അതിന് വരെ ഒരു ചൈനീസ് ആ ഒരു ഇവരുടെ വിശ്വാസമായിട്ടുള്ള ഒരു കണക്ഷനാണ് കേട്ടോ ഉള്ളത്. നല്ല രസമുണ്ട് പക്ഷേ ആ ഒരു കളർ കോമ്പിനേഷൻ കാണാനായിട്ട്. അയ്യോ, ഹാത്തി ഹാത്തി തെരമക്കാസി. ഈ ഇത്തമാരുണ്ടല്ലോ, അവർ ഇവിടെ അവരുടെ റിട്ടയർമെൻറ്റ് ലൈഫ് ആഘോഷിക്കുകയാണ്. അതായത് ഇവരെല്ലാം പോലീസിലുണ്ടായിരുന്ന ആൾക്കാരാണ്. അപ്പം അവർ പിന്നെ ആ ഒരു കൂട്ടുകാരെല്ലാവരും കൂടിയിട്ട് സ്ഥലമൊക്കെ ചുറ്റിക്കറങ്ങി കാണാൻ വേണ്ടി വന്നതാണ്. നൈസ്. എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലിയാണ്. കണ്ടില്ല നിങ്ങൾ, നമ്മുടെ നാട്ടിലെ പോലെ റിട്ടയർ ആയി കഴിയുമ്പോൾ ഈ പോലീസുകാർ പട്ടാളക്കാരൊക്കെ ജാടയൊക്കെ കാണിച്ചിരിക്കുന്ന ആൾക്കാർ കണ്ടുപിടിക്കണം അല്ലേ. ഞാൻ അവിടെ മറ്റേ ആറ് കിടക്കാൻ നേരം ബോംബിട്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് നടക്കും. പക്ഷേ അവരെന്ത് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് അവളോട് ചിരിച്ച് ഇതൊക്കെ ആക്കി വർത്താനം പറയുന്നുണ്ട് നിങ്ങൾ. നൈസാണ്. ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഇനിയിപ്പോൾ നമുക്ക് തിരിച്ചു പോവാം. നമ്മുടെ ബോട്ടിലെ ചേട്ടൻ നമ്മളെ നോക്കി ഇപ്പോൾ ഉണ്ടാവും നമ്മൾ കാണാഞ്ഞിട്ട്. അത് കൂടാതെ റഫ മടുത്തിട്ടുണ്ടാവുമോ? റഫ അവിടെ നല്ല കോഫി കുടിച്ച് ക്യാപ്പിച്ചീനോ അങ്ങനെയുള്ള വായിക്കൊള്ളാത്ത സാധനമൊക്കെ വാങ്ങിച്ച് കുടിച്ചിട്ടിരിക്കുകയാണല്ലേ. ചില്ലായിട്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് പോയിട്ട് അവിടെ എന്തൊക്കെയാണുള്ളതെന്നുള്ളത് കാണാമല്ലോ. നമ്മളെ കണ്ട് കിട്ടാഞ്ഞിട്ടാണെന്ന് തോന്നുന്നു. നമ്മളുടെ കപ്പിത്താൻ നമ്മളെ അന്വേഷിച്ചത് ഇവിടം വരെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനൊന്നും വീഴുന്നവനല്ല. സങ്കടപ്പെടുത്തുന്ന നമ്മളുടെ ഇവിടുത്തെ രാജകുമാരിയുടെയും ചൈനയിലെ ആ കച്ചവടക്കാരൻ്റെയും കഥയ്ക്ക് ശേഷം വീണ്ടും നമുക്ക് നമ്മളുടെ പാലംബാങ്കിലേക്ക് തന്നെ തിരിച്ചു പോകാം. ശരിക്കും ഉണ്ടല്ലോ, ഈ ഒരു പാലം എന്ന് പറയുന്നത് ഈ ഒരു പാലംബാങ്കിൻ്റെ ഒരു ഐഡൻറ്റിറ്റി തന്നെയാണ് കേട്ടോ. അതായത് താഴെ കൂടി ബോട്ട് കപ്പലൊക്കെ പോകുമ്പോൾ മേലെ കൂടി കാറ് അതുപോലെ വണ്ടികൾ പോകുന്നു. മറ്റൊരു സൈഡിൽ കൂടി ഉണ്ടല്ലോ മോണോ റെയിൽ കൂടി പോകുന്ന ആ ഒരു കാഴ്ചയെ അത് ഭയങ്കര രസമാണ്. അതായത് പണ്ട് മുതലേ ഉള്ള ആ ഒരു ട്രാൻസ്പോർട്ടേഷൻ മുതൽ ആധുനികതയുടെ മോണോ റെയിൽ വരെ ഈ ഒരു സ്ഥലത്തെ കൂടി പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു കണക്ടിവിറ്റിയുടെ കാര്യത്തിൽ ഈ പാലം എത്രത്തോളം ഈ നാടിന് ആവശ്യമാണ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവുക. ശരിക്കും നമ്മൾ ആ ഒരു പോർട്ടിന് അവിടേക്ക് എത്തുമ്പോഴത്തേക്കും ഇതുണ്ടോ, ഈ പോർട്ടിൻ്റെ ഈ ഒരു ഭാഗത്ത് എനിക്ക് തോന്നുന്നു ഇതൊക്കെയാണ് ഒഫീഷ്യലായിട്ടുള്ള ബോട്ടുകളുടെ ഏരിയ. അവിടെ ഒരുപാട് സ്പീഡ് ബോട്ടുകൾ, ചെറിയ ബോട്ടുകളൊക്കെ നിൽക്കുന്നുണ്ട്. ശരിക്കും നമ്മുടെ അപ്പൂപ്പൻ നമ്മൾ ആ ഒരു ബോട്ടിൻ്റെ അങ്ങോട്ടൊന്നും കയറുന്നതിന് മുമ്പായിട്ട് പുറത്തു നിന്നാണ് കേട്ടോ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. കൊള്ളാല പരിപാടി. ഇവിടെ നമുക്കുണ്ടോ സാധനങ്ങളൊക്കെ കയറ്റിയിട്ട് പോകുന്ന ബോട്ടുകൾ കണ്ടില്ല നിങ്ങൾ, അങ്ങനെയൊക്കെ കാണാൻ പറ്റും കേട്ടോ. അങ്ങനെയുള്ള പബ്ലിക് സർവീസുകളും ഉണ്ട് എന്ന് തോന്നി ഈ ഒരു ഭാഗത്ത്. എന്തായാലും ഉണ്ടല്ലോ ഇവിടുത്തെ ഈ ഒരു സ്പീഡ് ബോട്ടുകളില്ലേ, ഈ ഒരു സ്പീഡ് ബോട്ടുകളെ ഈ ഒരു രീതിയിലുള്ളത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. നോർമലി നമ്മുടെ നാട്ടിലൊക്കെ സ്പീഡ് ബോട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര മോഡേൺ അല്ലേ. പക്ഷേങ്കിൽ ഇത് ഇവരുടേതായ രീതിയിൽ ഇവരുണ്ടാക്കിയെടുത്ത ആ ഒരു സ്പീഡ് ബോട്ട് 200 bhp ആണ് കേട്ടോ ഇതിൻ്റെ ആ ഒരു എൻജിനൊക്കെ ഉള്ളത്. പിന്നെ പറക്കാണ്ടിരിക്കുകയാണ്. സ്പീഡ് ബോട്ടിനകത്ത് ശരിക്കും ഉണ്ടല്ലോ 2, 4, 6, 8 പേർക്ക് കയറി ഇരിക്കാൻ പറ്റും കേട്ടോ. ഓരോ ബോട്ട് പോകുന്നതിന് ബോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്നുണ്ട്. എന്തായാലും പുറത്തിറങ്ങി ബെർത്ത് 1-ലാണ് നമ്മൾ അടുപ്പിച്ചേക്കുന്നത്. ഇപ്പോൾ ഒഫീഷ്യലായിട്ടുള്ള പോർട്ടിൽ തന്നെ കേട്ടോ നമ്മൾ വന്നേക്കുന്നത്. എന്തായാലും ആകാശം പതുക്കെ ഒന്ന് മൂടിക്കെട്ടി വരുന്നുണ്ട്. ഉച്ചയ്ക്ക് ശേഷം ചിലപ്പോൾ മഴ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ.
പിന്നെ എനിക്ക് ഇവിടുത്തെ ഒരു എന്താ പറയുക അതിശയം എന്ന് പറയുന്നത് ഇവിടുത്തെ തെങ്ങുകൾ കാണുമ്പോഴാണ് കേട്ടോ. തെങ്ങിലെ തേങ്ങ നോക്കി നിങ്ങൾ എന്നാ വലിയ തേങ്ങയാണെന്നറിയാമോ, ഒരു മണ്ടരി പോലും ഇല്ലാതെ ഈ സാധനം എങ്ങനെ ഇവിടെ വളരുന്നതെന്നാണ്. കണ്ടിട്ട് കൊതിയാവുന്നു കേട്ടോ. ശരിക്കും ആ ഒരു പാലം ഉണ്ടല്ലോ നല്ല രീതിയിൽ ഇവർ യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് റൂഫിങ്ങിൻ്റെ ആവശ്യമില്ല, പാലത്തിൻ്റെ അടിയാകുമ്പം ആ ഒരു ഇതിൻ്റെ അകത്ത് മഴ പെയ്യാതെ ഇവിടുത്തെ ആ ഒരു ബോട്ടി ചെട്ടി കാര്യങ്ങളൊക്കെ സെറ്റായി പോയിക്കോളും. ശരിക്കും നമ്മുടെ ഒരു ബസ് സ്റ്റാൻഡുകളൊക്കെ ഇല്ലേ, ഏകദേശം അതൊക്കെ പോലെയാണ്. ഇവിടെയുള്ള പല സ്ഥലങ്ങളെയും തമ്മിൽ കണക്ട് ചെയ്യുന്നത് ഈ ഒരു ബോട്ടി ചെട്ടിയും ഇതിൻ്റെ പരിസരമാണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഈ കാണുന്നതും ചെറിയൊരു ബോട്ടാണ്, പക്ഷേ അത് ഇതൊരു കച്ചവട സ്ഥാപനം കൂടിയാണ് കേട്ടോ. കണ്ടങ്ങൾ ബാമ്പു ഒക്കെ ഇട്ടിട്ടാണ് അത് പൊക്കി വെച്ചേക്കുന്നത്. അതുകൂടാതെ അവിടെ നിന്നൊരു ചേട്ടൻ ഇത്രയും നേരം വലയിടുന്നുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ഭാഗത്തു നിന്നും കണ്ടങ്ങൾ ഇവിടെ ഇവർ ചൂണ്ടയൊക്കെ ഇടുന്നുണ്ട്. നൈസാണ് കേട്ടോ. എല്ലാം കൊണ്ടും ഭയങ്കര ആക്റ്റീവായിട്ടുള്ളൊരു സ്ഥലം. അവിടെ പോകാനായിട്ട് കുറേ ആളുകൾ ലഗേജൊക്കെ ആക്കി ആ ഒരു സ്പീഡ്, അതും സ്പീഡ് ബോട്ട് തന്നെയാണ്. ആ സ്പീഡ് ബോട്ടിൻ്റെ ഉള്ളിൽ കയറി ഇരിപ്പുണ്ട് കേട്ടോ. മുകളിൽ ലഗേജ് വെച്ചിട്ടുണ്ട്, അതിൻ്റെ പൊക്കത്തൊക്കെ ആൾക്കാർ ഇരിപ്പുണ്ട്. മിക്കവാറും വെയിറ്റ് ഒന്നും ഇല്ലെങ്കിൽ പറന്നു പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പാക്കപ്പ ബൈ. ഇന്ത്യ എന്നാണോ എന്ന് അവിടെ നമ്മൾ വിളിച്ച് വയ്ക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഇതിൻ്റെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഇതെന്തോ 1, 2 എന്ന് പറഞ്ഞിട്ട് ബർത്ത് പോലെ സംതിങ് എന്തോ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ താഴെ ഇങ്ങനെ ഒരുപാട് ഇതുണ്ട് നിങ്ങൾ ഔട്ട്ലെറ്റുകൾ, ഫുഡിൻ്റെ ഔട്ട്ലെറ്റുകളുണ്ട്. അപ്പം അവിടെ നിന്ന് സാധനം വാങ്ങിയിട്ട് ഇതിൻ്റെ മുമ്പിലായിട്ട് മേശ ഇട്ടിട്ടുണ്ട്. ആ ഒരു മേശയിലേക്ക് വന്നിരുന്ന ആളുകൾക്ക് ഭക്ഷണമൊക്കെ കഴിക്കാം. കൊള്ളാം, നല്ല ആക്റ്റീവായിട്ടുള്ളൊരു മേഖല കേട്ടോ. നൈസ്. ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഒരു വൈബ് മാറ്റം ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ പിന്നെ കുറേ ചേട്ടന്മാർ പുകവലിയൊക്കെ വലിച്ചിരിക്കുന്നുണ്ടോ. പിന്നെ നിങ്ങൾക്കറിയാമല്ലോ ഇന്തോനേഷ്യയിൽ ഓൾമോസ്റ്റ് എല്ലാ സ്ഥലങ്ങളിലും ആളുകൾ ഇങ്ങനെ പുകവലിയൊക്കെ, അതായത് നമ്മുടെ നാട്ടിൽ പൊതുസ്ഥലത്ത് നിരോധിച്ചേക്കുന്ന പോലെ ഇവിടെ നിരോധനമുണ്ടോ എന്നുള്ളത് അറിയില്ല. പക്ഷേ ആളുകളിങ്ങനെ അവിടെ ഇവിടെ നിന്നൊക്കെ പുകയ്ക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഇവിടെയുള്ള ഭൂരിഭാഗം ആളുകളും പുകവലിക്കാരാണ് എന്നുള്ളത് ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ടല്ലോ. നമ്മുടെ യാത്രയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ ഒരു ഇത് കണ്ടോ, അവിടുത്തെ മെനു, ഇവിടുത്തെ ഫുഡ് കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്തുണ്ട്. ഓക്കെ, ഹായ്. ഇന്ത്യ. Do you from India? India. Okay, apa kabar? Baik. Okay, halo. Hi, beautiful Indian. ഓക്കെ, terima kasih. Ya, sama-sama. അപ്പോൾ ആ ഒരു മെനു കൊണ്ടൊക്കെ വന്നതാണ് കേട്ടോ ഫുഡിൻ്റെ. കൊള്ളാം, കണ്ടില്ല നിങ്ങൾ ആളുകളെല്ലാവരും നല്ല ഫുൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിളിക്കുന്നതാണ് കേട്ടോ. ഇപ്പം പിന്നെ ഉണ്ടല്ലോ ഒരു ധൈര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭാഷ അറിയാവുന്ന ആൾ കൂടെയുണ്ട്. ഹലോ. ആ കുട്ടി കുറേ നേരമായിട്ട് പുറകെ വന്ന് ഹായ് പറയുന്നുണ്ട്. ഭാഷ അറിയാവുന്ന ഒരാളുള്ള കൂടെ ഉള്ളതുകൊണ്ട് അത്യാവശ്യം നല്ല ധൈര്യമായി ആരോട് എന്തും പറയാൻ ചോദിക്കാം. ഭാഷയുള്ള ഒരാളുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെയാണ്. പക്ഷെ ഇവിടെയുള്ള ആൾക്കാരെ കണ്ടിട്ട് ഇവരാരും ഇടിക്കുന്ന ആൾക്കാരാന്ന് തോന്നുന്നില്ല കേട്ടോ. മക്കാൻ ഫുൾ. ഓ, കഴിച്ചെന്നുള്ളത് തെഞ്ഞാങ്തിയ എന്നാണ് കേട്ടോ പറയേണ്ടത്. എല്ലാവരും വിളിക്കുന്നുണ്ട് കേട്ടോ ഭക്ഷണം കഴിക്കാൻ. വായോ എന്ന് പറഞ്ഞിട്ട്. വലിക്കൂലെന്നല്ല പറഞ്ഞേ. ഇത് അവിടെ നിന്ന് വിളിക്കുന്നുണ്ട് ഹായ് എന്ന് പറഞ്ഞിട്ട് കേട്ടോ. ഹായ്. നിങ്ങളുണ്ടല്ലോ ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി. നമ്മളിപ്പോൾ കൊച്ചിയിലും മറൈൻ ഡ്രൈവിൽ കൂടി ഇങ്ങനെ നടക്കുകയാണ്. ആ ഒരു സമയത്ത് നമുക്ക് ഇതുപോലൊരു സ്വീകരണം അവിടെ കിട്ടുമോ? ആളുകൾ ഇങ്ങനെയൊക്കെ ചിരിച്ച് നമ്മളെ വരവേൽക്കുന്നവരോട് വല്ലതും ഉണ്ടോ? പക്ഷെ ഇവിടെ അങ്ങനെയൊന്നുമല്ല. എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് നമ്മളെ വിളിക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് കുറച്ചും കൂടി ഇങ്ങോട്ടേക്ക് നടക്കുന്ന സമയത്ത് കണ്ടുകൾ ഫുട്പാത്ത് ഏരിയ ഉണ്ട്. ഹലോ. ഇത് ഒരു വാക്കിംഗ് ഏരിയ ആണ് കേട്ടോ. ഇവിടെ ചെടികളൊക്കെ നട്ട് നടക്കാനും ഇരിക്കാനൊക്കെ ഉള്ള സ്ഥലങ്ങളൊക്കെ വെച്ച് സെറ്റായിട്ടുണ്ട്. അതുകൂടാതെ ഇവിടുത്തെ റൈറ്റ് സൈഡിൽ നമുക്കിത് നല്ല അടിപൊളി റെസ്റ്റോറൻറ്റുകളൊക്കെ കാണാം. അവിടെ ഇവിടുത്തെ ട്രഡീഷണൽ ഫുഡൊക്കെ കിട്ടും. വേണമെങ്കിൽ നമുക്ക് അതൊക്കെ പോയി കഴിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. നൈസാണ്, കൊള്ളാം. വൈകുന്നേരം ആണെന്ന് തോന്നുന്നു ഇത് കുറേയും കൂടി എന്താ പറയുക ആക്റ്റീവ് ആകുക എന്ന് തോന്നുന്നത്. ഇതുണ്ട് അവിടെ കോഫിയൊക്കെ വെക്കുന്ന ഷോപ്പുകളൊക്കെ ഉണ്ട്. മ്യൂസിക് ഓൺ എന്നൊക്കെ പറഞ്ഞിട്ട് ബോർഡൊക്കെ നമുക്ക് കാണാം. അങ്ങനെ തിരിച്ച് നമ്മളിതാ ആ ഒരു ഇന്ത്യ. ഹലോ. അപ്പാക്കപ്പ ഓക്കെ പാലമ്പാങ്. ഓക്കെ. നമ്മളിങ്ങനെ വരുമ്പോൾ എല്ലാവരും നമ്മൾ ഈ ഒരു ഭാഷ പറയുന്ന കേൾക്കും. ഭാഷയല്ല, ശരിക്കും നമ്മുടെ ലുക്ക് കാണുമ്പോൾ അപ്പാടെ നമ്മൾ ഇന്ത്യക്കാരനെന്ന് മനസ്സിലാകുമ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷം. കണ്ടില്ല നിങ്ങൾ? എന്തായാലും നമ്മൾ യാത്ര തുടങ്ങി അതേ സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു വന്നു. റഫ എവിടെയോ ഉള്ള ഒരു കഫേയിൽ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ. റഫ എന്താ വരാണ്ടിരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ബോട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇളകി ഭയങ്കരമായിട്ട് ഇങ്ങനെ പോകുന്നതല്ലേ. അപ്പോൾ പുള്ളിക്കാരിക്ക് അതൊരു സീ സിക്നസ് പോലെ വരുമോ എന്നുള്ള പേടിച്ചിട്ടാണ് കേട്ടോ വരാണ്ടിരുന്നത്. ഹായ്. ഇതാ റഫേനെ കിട്ടി. ഇറ്റ്സ് വണ്ടർഫുൾ, വെരി ഗുഡ് എക്സ്പീരിയൻസ്. യു മിസ്ഡ്.
ഹീസ് ഓക്കെ, ഫൈൻ, ഗുഡ്. ഇനിയിപ്പോൾ നമുക്ക് വേറെ പ്ലാനൊന്നുമില്ല, നേരെ ഹോട്ടലിലേക്ക് ഇവരെന്നെ കൊണ്ടുചെന്നാക്കും. ടാറ്റ ടാറ്റ, ബൈ ബൈ. ഓക്കെ, അങ്ങനെ എന്നെ നമ്മളുടെ ഹോട്ടൽ ഇത് അവിടെയാണുള്ളത്. എന്നെ ഇവിടെ സ്റ്റോപ്പ് ചെയ്തു. അപ്പം അവരിതാ പോകുന്നുണ്ട്. വണ്ടി ഇവിടെ നിർത്താൻ പറ്റില്ല, കാരണം എന്താണെന്നറിയാമോ, ഫുള്ള് ട്രാഫിക്കാണ്, നല്ല ബ്ലോക്കാണ് കേട്ടോ ഈ ഒരു റീജിയണേ. ഇനിയേ ഇവിടുത്തെ ഈ ഒരു തിരക്കിൻ്റെ കാഴ്ചകളിൽ നിന്നെല്ലാം മാറിയിട്ട് നമുക്കൊരു ട്വിസ്റ്റ് ആയാലോ, കുറച്ച് കൺകുളിർക്കുന്ന കാഴ്ചകളിലോട്ടാകാം യാത്ര. ഞാൻ അങ്ങനെ ഒരു വാന് ബുക്ക് ചെയ്ത് നേരെ പോവുകയാണ്. ഏതാണ് സ്ഥലം എന്ന് പറയുന്നില്ല. പുലർച്ചെ ആയപ്പോഴത്തേക്കും എന്നെ മറ്റൊരു വാനിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഈ ഒരു വാനിൽ വേണം ഇനിയിപ്പം ഈ ഒരു ഇൻറ്റീരിയറിലുള്ള ഗ്രാമത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട്. ഞാൻ അവിടെ നിന്ന് വിട്ടതിന് ശേഷം തകൃതിയായിട്ട് മഴ പെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മഴയുടെ ആ ഒരു തണുപ്പും കാറ്റും ഒക്കെ കൊണ്ടാണ് നമ്മുടെ യാത്ര പോകുന്നത്. പതുക്കെ സൂര്യവെളിച്ചം ഇതാ ഉദിച്ചു വരുന്നതേ ഉള്ളൂ. ഇന്നലെ രാത്രി മുഴുവൻ കണ്ടിന്യൂസ് ആയിട്ടുള്ള യാത്രയാണ്. ഇവിടെ നിന്ന് ഇപ്പോൾ പുറത്തേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ ആ ഒരു കൺകുളിർക്കുന്ന കാഴ്ചയുടെ ചെറിയൊരു ഗ്ലിംസ് നിങ്ങൾക്കിതാ ഇവിടെ നിന്ന് കാണാൻ പറ്റും. നമ്മുടെ ഇടുക്കിയും മൂന്നാറും ഒക്കെ പോലെയുള്ള സ്ഥലം ഇന്ന് ഇന്തോനേഷ്യയിലുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുമോ? വിശ്വസിച്ചില്ലെങ്കിൽ അത് നിങ്ങളെ നേരിട്ട് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഗ്രാമത്തിലേക്ക് യാത്ര പോകുന്നത്. ഈ കൺകുളിർക്കുന്ന പച്ചപ്പിന് പിന്നിലുണ്ടല്ലോ വലിയൊരു ഭീകര രാക്ഷസൻ. ശരിക്കും മനുഷ്യരാശിക്ക് തന്നെ ഒരു കാലത്ത് ഇവിടേക്ക് എത്തിച്ചേരാൻ പറ്റാത്ത രീതിയിലുണ്ടായിരുന്ന ഒരു രാക്ഷസൻ വസിച്ചിരുന്നു. ആ രാക്ഷസൻ്റെ കഥകളും ആ രാക്ഷസൻ്റെ വിശ്വാസങ്ങളുമാണ് നമ്മളിനി കാണാൻ പോകുന്നത് കേട്ടോ. മഴ കുറയുന്നൊരു ലക്ഷണമില്ല കേട്ടോ. ആദ്യമേ താമസിക്കാൻ സ്ഥലം എന്തെങ്കിലും കിട്ടുമെന്നുള്ളത് നോക്കാം. അപ്പോൾ നിങ്ങളും റെഡിയല്ലേ ഈ ഒരു ഭീകര ഗ്രാമത്തിൻ്റെ കാഴ്ചകൾ കാണാൻ? വീഡിയോയ്ക്ക് ഒരു ലൈക്ക് മറക്കല്ലേ.